വരണം ഒരു നാൾ മദീനത്ത് പോയിട്ട് റസൂലിന്റെ ചാരത്ത് സലാമൊന്ന് ചൊല്ലിട്ട് വരണം ഒരു നാൾ റൗളയൊന്ന് കണ്ടിട്ട് റുക്കൂ ഒന്ന് ചെയ്തിട്ട് സുജൂദിൽ കരഞ്ഞിട്ട് വരണം ഒരു നാൾ വരണം ഒരു നാൾ ഹൈഷത്ത് ബീബിയും ഫാത്തിമത്ത് ബീബിയും മൈമുമണ്ണ് കണ്ടിട്ട് വരണം ഒരു നാൾ ഹൈഷത്ത് ബീബിയും ഫാത്തിമത്ത് ബീബിയും മൈമുമണ്ണ് കണ്ടിട്ട് വരണം ഒരു നാൾ ഉഹുദ് മല കേറണം ബദർ നാട് കാണണം തീരതയും കൈമുതലായി വരണം ഒരു നാൾ ഉഹുദ് മല കേറണം ബദർ നാട് കാണണം തീരതയും കൈമുതലായി വരണം ഒരു നാൾ മദീനത്ത് പോയിട്ട് റസൂലിന്റെ ചാരത്ത് സലാമൊന്ന് ചൊല്ലിട്ട് വരണം ഒരു നാൾ റൗളയൊന്ന് കണ്ടിട്ട് റുക്കൂ ഒന്ന് ചെയ്തിട്ട് സുജൂദിൽ കരഞ്ഞിട്ട് വരണം ഒരു നാൾ വരണം ഒരു നാൾ ഹുബാ പള്ളി കാണണം സുജൂദൊന്ന് ചെയ്യണം ഫിഅ്ർ റൂമ കണ്ടിട്ട് വരണം ഒരു നാൾ ഹുബാ പള്ളി കാണണം സുജൂദൊന്ന് ചെയ്യണം ഫിഅ്ർ റൂമ കണ്ടിട്ട് വരണം ഒരു നാൾ മക്കയാണ് കൽബില് കിബിലയാണ് റൂഹില് സംസമൊന്ന് നുണഞ്ഞിട്ട് വരണം ഒരു നാൾ മക്കയാണ് കൽബില് കിബിലയാണ് റൂഹില് സംസമൊന്ന് നുണഞ്ഞിട്ട് വരണം ഒരു നാൾ മദീനത്ത് പോയിട്ട് റസൂലിന്റെ ചാരത്ത് സലാമൊന്ന് ചൊല്ലിട്ട് വരണം ഒരു നാൾ റൗളയൊന്ന് കണ്ടിട്ട് റുക്കൂ ഒന്ന് ചെയ്തിട്ട് സുജൂദ് കരഞ്ഞിട്ട് വരണം ഒരു നാൾ വരണം ഒരു നാൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على نبينا المختار وآله الأبرار وأصحابه أخيار. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേദിയിലാണല്ലോ. ഈ വേദിയിൽ നബിതങ്ങളെ പറ്റി ഏതാനും ചില വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥനായ സുബ്ഹാനഹു തആല കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, ഒരിക്കലുണ്ടല്ലോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീവി കരയുകയാണ്, ആയിഷ ബീവി പൊട്ടിക്കരയുകയാണ്, തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീവി കരയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയണ്ട ആയിഷ, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ മയ്യത്തിനെ ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, എന്റെ കൈ
കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പത്തെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നബിയേ അങ്ങനെ പറയല്ല നബിയേ, തമാശക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, തമാശക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, അതെനിക്ക് താങ്ങാൻ കഴിയാത്തതാണ്, അതെനിക്ക് താങ്ങാൻ കഴിയാത്തതാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകത സൂചന കൊടുത്തു തുടങ്ങി. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണി കൊടുക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോൾ രോഗവേദന കൂടാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ അതാ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി കൂടും. ഭക്തരോട് എല്ലാവരോടും പോയി യാത്ര പറഞ്ഞു, എല്ലാവരോടും സലാം പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വരികയാണ്. ജന്നത്തുൽ ബഖയിലേക്ക് കടന്നുപോയി എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യയോട് തന്റെ മക്കളോട് മരണപ്പെട്ടവരുടെ ചരിത്രമെന്ന് ദുആ ചെയ്യുകയാണ്. ഓരോ ദിവസം കൂടുമ്പോൾ രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പടച്ചവനെ, മരണത്തിന്റെ ഓരോ സൂചന കൊടുത്തു തുടങ്ങി. ഓരോ ദിവസവും ബാങ്ക് വിളിക്കുമ്പോൾ മരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്നുകൊണ്ട് സ്വഹാബത്ത് പറയുകയാണ്, നബിയേ ഇമാമത്തിന് സമയമായി നബിയേ, ഇഖാമത്തിന് സമയമായി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പടച്ചവനെ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മസ്ജിദ് നബവിക്കകത്ത് കരച്ചിൽ കേൾക്കുകയാണ്. ബിലാലിനെ നിലവിളിക്കുകയാണ്. സഹാബത്ത് ചോദിക്കുകയോ, എന്റെ ബിലാലേ, മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുന്നേൽക്കാൻ നിൽക്കാൻ വയ്യേ? അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാൻ കഴിയുന്നില്ലേ? അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് കരയുകയാണ്, കൂട്ടക്കരച്ചിലാണ്. ഇത് കേട്ടപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്തേ ആയിഷ, എന്തേ ആ ശബ്ദം കേൾക്കുന്നത് ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങ് നമസ്കരിക്കാൻ പോവാത്തത് കാരണം അവർ നിലവിൽ കരയുകയാണ് നബിയേ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാ, നാദാ എനിക്ക് പോവാനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, അതാ ചെറുതായിട്ടൊന്ന് പനി പറയുകയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൗത്തിലതാ രണ്ട് കൈവിട്ടത നടക്കാൻ കഴിയാതെ വിളിഞ്ഞടഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിക്കകത്തെ മിഹ്റാബിലേക്കുകയാണ്. ആ മിഹ്റാബിലിരുന്നു കൊണ്ട് പറയുകയാണ്, സ്വഹാബാ, ഞാൻ നിങ്ങളുടെ ആരുടെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മാറ്റി വെക്കല്ലേ, നിങ്ങൾ എനിക്ക് പുറത്തു തരണേ. അല്ലാഹുവിന്റെ റസൂലത സ്വഹാബത്തിനോട് പൊരുത്തം ചോദിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോൾ രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പടച്ചവനെ, മരണത്തിന്റെ ഓരോ സൂചന കൊടുത്തു തുടങ്ങി. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലാണ് കടന്നിരുന്നത്. യുഹാന്റെ സമയമായപ്പോൾ തന്റെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയായപ്പോൾ അതാ പെട്ടെന്ന് പണി കൂടുകയാണ്. നാദാ, ആയിഷ ബീവി ഫാത്തിമ ബീവിയോട് നിന്ന് കരയുകയാണ്. പെട്ടെന്ന് അതാ വീടിന്റെ കവാടത്തിൽ നിന്നൊരു സലാം കേൾക്കുകയാ, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ ഇഫ്തഹിൽ ബാബ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പോയിട്ട് പറയുകയാ, ആരായാലും തിരിച്ചു പോവുക, ആരായാലും തിരിച്ചു പോവുക. എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ വാപ്പാക്ക് വേദനയാണ്, നിങ്ങൾ ശല്യം പെടുത്തല്ലേ, നിങ്ങൾ പോയിട്ട് പിന്നെ വരുമോ? കുറച്ച് സമയം കഴിഞ്ഞു. രണ്ടാമത് സലാം കേൾക്കുകയാ, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ ഇഫ്തഹിൽ ബാബ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ
വന്നത് അസ്രായീലേ? എന്തിനാ വന്നത്? എന്നെ കാണാൻ വന്നതാണോ? എന്തിനാ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസ്രായീൽ പറയുകയാണ്, അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങ് അനുവാദം തരികയാണെങ്കിൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ, അല്ലെങ്കിൽ അങ്ങയെ കണ്ടിട്ട് തിരിച്ചു പോവാൻ പറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുക്കുകയാണ്. അസ്രായീൽ എന്ന് പറഞ്ഞ മലക്കുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പിടയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ, അസ്രായീലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്രായീലേ? വല്ലാത്ത വേദനിക്കുന്നു അസ്രായീലേ. മലക്കുൽ മൗത്ത് കരയുകയാണ്, നബിയേ, ഇതിനേക്കാളും മയമായി എനിക്ക് പിടിക്കാൻ അറിയില്ല നബിയേ, ഇതിനേക്കാളും മയമായി എനിക്ക് പിടിക്കാൻ അറിയില്ല നബിയേ. അതാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കുകയാണ്. പ്രവാചകൻ വല്ലാത്ത പ്രയാസത്തിലാണ്. പാത്രത്തിന്റെ അകത്ത് കൈയിട്ടാ വെള്ളം മുഖത്തേക്ക് കോരിയെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആയിഷ, ഇന്നലിൽ മൗത്തിൽ അദ്ദക്കറ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ പറ്റി പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നാം എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ, ഞാനും നിങ്ങൾ മരിച്ചു പോകേണ്ടതല്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം വേദനിക്കും? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ, അയൽവാസികളോട് മിണ്ടണേ, വലൗകാന ദാക ഹജ്ജ, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോവുകയില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നാഥനായ സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് കൃപയാനം കൊടുക്കുന്നു. വാഹിദു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.